പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാം. പിന്നീട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആകെ ഒരു പ്രശ്നം, ഞാൻ ഏകദേശം 6 മാസത്തോളമായി ഈ കെ ഫോൺ യൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്കുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ മോഡത്തിൻ്റെ സ്പെക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ബാക്കിലൊരു പവർ ബട്ടൺ, പിന്നീട് ഒരു 5 വോൾട്ടിൻ്റെ പവർ കേബിൾ, പിന്നീട് ഒരു ലാൻ കേബിൾ, പിന്നീട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെയാണ് നമ്മൾ പ്ലാനുകൾ സെലക്ട് ചെയ്യുന്നതും റീചാർജ് ചെയ്യുന്നതൊക്കെ. അതിന് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് കാണാം. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് റീചാർജ്, ഡാറ്റ യൂസേജ്, ഇൻവോയ്സ്, FAQ ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാണാം. അതിലേറ്റവും മുകളിൽ കാണുന്നതാണ് ഞാൻ ചെയ്ത പ്ലാൻ. 20 MB/s സ്പീഡ്, 1000 GB ഒരു മാസം, 350 രൂപ. ഈ ഒരു പ്ലാനാണ് ഞാൻ റീചാർജ് ചെയ്തത്. ഇതിൽ ഏകദേശം 18,000 രൂപ മുതൽ 350 രൂപ വരെയുള്ള പ്ലാൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് OTT അടക്കമുള്ളത് കിട്ടും. പക്ഷേ ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് OTT പ്ലാറ്റ്ഫോമുകൾ വളരെ കുറവാണ്. ഏകദേശം 300 MB/s മുതൽ 20 MB/s വരെയാണ് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് വരുന്നത്, ഏറ്റവും കൂടിയത് മുതൽ കുറഞ്ഞത് വരെ. ഏറ്റവും ടോപ്പ് എൻഡ് പ്ലാനിൽ നിങ്ങൾക്ക് 45 ദിവസത്തേക്ക് 60,000 GB ഇൻ്റർനെറ്റ് ലഭിക്കും, അത് 300 MB/s സ്പീഡിൽ. ഏറ്റവും കുറഞ്ഞ പ്ലാനിൽ നിങ്ങൾക്ക് 1000 GB ഒരു മാസത്തേക്ക് 20 MB/s സ്പീഡിൽ ലഭിക്കും. ഞാൻ റീചാർജ് ചെയ്ത ബേസിക് പ്ലാനിന് ഏകദേശം 299 രൂപയാണ്. അതിൻ്റെ കൂടെ 18% GST കൂടി വരുമ്പോൾ ഏകദേശം 352 രൂപ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്ലാനിന് എത്ര രൂപ GST വരുമെന്ന് നോക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്ലാനിൻ്റെ കൂടെ ×18/100 ചെയ്യുമ്പോൾ ഒരു സംഖ്യ കിട്ടും. അത് പ്ലസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്ലാനിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും, അതായിരിക്കും ഇൻക്ലൂഡിങ് GST. എക്സാമ്പിൾ, ഇപ്പോൾ 299 രൂപയുടെ പ്ലാനാണെങ്കിൽ അതിൻ്റെ കൂടെ ×18/100 ചെയ്യുമ്പോൾ ഏകദേശം 53 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ഈ 53 + 299 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് GST എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് കാണാൻ പറ്റും. പിന്നീട് ഈ ആപ്ലിക്കേഷനിൽ വരുന്ന മറ്റ് ഓപ്ഷൻസ് നോക്കാം. ആദ്യമായിട്ട് റീചാർജ്. ഇതിലൂടെ നമുക്ക് സ്വന്തം റീചാർജ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്ത കേബിൾ ഓപ്പറേറ്ററോട് കോൺടാക്ട് ചെയ്താലും നമുക്ക് റീചാർജ് ചെയ്യാം. പിന്നീടുള്ള ഡാറ്റ യൂസേജ്, നമ്മൾ എത്ര ഡാറ്റ യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഡെയിലി എത്ര ഡാറ്റ യൂസ് ചെയ്തു, എപ്പോഴൊക്കെ കണക്ട് ചെയ്യുന്നോ അപ്പോഴൊക്കെ ഉള്ള ഡാറ്റാസ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. എത്ര യൂസ് ചെയ്യുന്നുള്ളത് MAC അഡ്രസ്സ് കാണാം. ഇതുവരെ നമ്മൾ എത്ര ഡാറ്റ യൂസ് ചെയ്തു, ഇനി ബാലൻസ് എത്ര ഡാറ്റയുണ്ട്, എപ്പോഴൊക്കെയാണ് ഡാറ്റ യൂസ് ചെയ്തത്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പിന്നീട് അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ ഇൻവോയ്സ് ആണ്. നമ്മൾ എപ്പോഴൊക്കെ റീചാർജ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഇൻവോയ്സ് ഇവിടെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ബില്ല് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീടുള്ളത് FAQ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിരന്തരമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. പിന്നീട് ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻസ്, നമ്മൾ ചെയ്ത ഫെയിൽ ആയിട്ടുള്ളതും സക്സസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാണിക്കും. പിന്നീട് സപ്പോർട്ട്, പിന്നീടുള്ളത് എബൌട്ട് സെക്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള പ്ലാൻ ഏകദേശം 20 MB/s ആണ് ഇവർ പറയുന്ന സ്പീഡ്. അത് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഡൗൺലോഡിങ് സ്പീഡ് 18 MB/s കിട്ടുന്നുണ്ട്, 18.5. അപ്ലോഡിങ് സ്പീഡും ഏകദേശം അതിനടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. ആദ്യം കണ്ട വെബ്സൈറ്റിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്. 18.5 ഡൗൺലോഡിങ് സ്പീഡും 17.9 MB/s അപ്ലോഡിങ് സ്പീഡും. രണ്ടാമത് ഞാൻ ഓക്ല എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഈ രണ്ട് വെബ്സൈറ്റിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്പീഡ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് ഇത്രയും കിട്ടില്ല. എനിക്ക് ഏകദേശം മാക്സിമം ഒരു 4-5 MB/s വരെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ള സ്പീഡ്. പിന്നീട് ഇതിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നീട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആകെ ഒരു പ്രശ്നം, മഴക്കാലത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പൊട്ടിപ്പോയിട്ട് ഇൻ്റർനെറ്റ് കട്ടാവുന്നതാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ ഒപ്റ്റിക്കൽ ഫൈബറിനും പറ്റുന്ന ഒരു സംഭവമാണ്. അത് നമുക്കിത് പ്രൊവൈഡ് ചെയ്ത കേബിൾ ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ റെഡിയാക്കി തരുന്നതാണ്. അതല്ലാതെ എനിക്കിതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. അതായത് ഇൻ്റർനെറ്റ് കിട്ടാതിരിക്കുകയോ ഇൻ്റർനെറ്റ് കട്ടായി പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള കെ ഫോണിനെ കുറിച്ച് പറയാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.